ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ബിൽഡിംഗ് മെറ്റീരിയൽസിലെ ബ്രിക്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ബ്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, കോൺസ്റ്റുവൻസ്, ടെസ്റ്റ് ഓൺ ബ്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 2-ൽ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബ്രിക്സ് എന്ന് ചോദിക്കാവുന്ന കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. പാർട്ട് 1-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. Manufacturing of bricks. The following operations are involved in the manufacturing of bricks: preparation of clay, molding, drying and burning. ബ്രിക്സ് ഉണ്ടാക്കാനായിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ബ്രിക്സ് ഉണ്ടാക്കാനുള്ള ക്ലേ പ്രിപ്പയർ ചെയ്യണം. ക്ലേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിനെ മോൾഡ് ചെയ്യണം. മോൾഡ് ചെയ്തിട്ട് പിന്നീട് അതിനെ ഉണക്കിയെടുക്കണം. ഉണക്കിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ബേൺ ചെയ്യണം. അങ്ങനെ 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ദ ക്ലേ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ: അൺസോയിലിംഗ്, ഡിഗ്ഗിങ്, ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ്, ടെമ്പറിങ്. ക്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തെ അൺസോയിലിംഗ്. The top layer of the soil, about 200 mm in depth, is taken out and thrown away. The clay in topsoil is full of impurities and hence it is not used for preparing bricks. ബ്രിക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്യുവർ ക്ലേ ആണ് വേണ്ടത്. ഈ ടോപ്പ് സോയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, 200 mm ഡെപ്തിൽ നമ്മൾ സോയിൽ റിമൂവ് ചെയ്ത് കളയാറുണ്ട്. അതിനാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഗ്ഗിങ് ആണ്. ദ ക്ലേ ഈസ് ദെൻ ഡഗ് ഔട്ട് ഫ്രം ദ ഗ്രൗണ്ട്. ഇറ്റ് ഈസ് സ്പ്രെഡ് ഓൺ ദ ലെവൽഡ് ഗ്രൗണ്ട്. ടോപ്പ് ലെയർ സോയിൽ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അടിയിലുള്ള ക്ലേ നമ്മൾ എടുത്തിട്ട് ഒരു ലെവൽഡ് ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്തിടും ആ ക്ലേ. അതാണ് ഡിഗ്ഗിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലീനിങ്. The clay as obtained in the process of digging should be cleaned of stones, pebbles, vegetable matters, etc. നമ്മൾ ഡഗ് ചെയ്തെടുത്ത സോയിലാണെങ്കിൽ സ്റ്റോൺസും പെബിൾസും വെജിറ്റബിൾ മാറ്റേഴ്സൊക്കെ കാണും. അപ്പോൾ അതെന്ത് ചെയ്യണം? അതിനെയൊക്കെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സാണ് ക്ലീനിങ്. ഈ കൂടുതലായിട്ട് സ്റ്റോൺസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലേ വാഷ് ചെയ്ത് സ്ക്രീൻ ചെയ്തെടുക്കാറുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് വെതറിങ്. ദ ക്ലേ ഈസ് ദെൻ എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ഫോർ സോഫ്റ്റനിങ് ആൻഡ് മെലോയിങ്. ദ പീരീഡ് വേരീസ് ഫ്രം ഫ്യൂ വീക്സ് ടു ഫുൾ സീസൺ. ക്ലീൻ ചെയ്ത ക്ലേ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ചെയ്യും. അതിനെയാണ് വെതറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലെൻഡിങ്. ദ ക്ലേ ഈസ് മെയ്ഡ് ലൂസ് ആൻഡ് എനി ഇൻഗ്രീഡിയൻറ്റ് ഈസ് ടു ആഡഡ് ടു ഇറ്റ് is spread out at its top. The blending makes clay fit for the next stage of tempering. അപ്പോൾ ബ്ലെൻഡിങ്ങിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സ്റ്റേജിലാണ് അത് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലേ ലൂസാക്കിയിട്ട് ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ക്ലേ ഉള്ളുവെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടെമ്പറിങ്. The tempering should be done exhaustively to obtain homogeneous mass of clay of uniform character. For manufacturing good bricks on a large scale, tempering is done in pug mill. ടെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് ടെമ്പറിങ്. സ്മോൾ സ്കെയിൽ പ്രോജക്റ്റിനൊക്കെ ആണെങ്കിൽ കാല് വെച്ച് തന്നെ ചവിട്ടിക്കുഴയ്ക്കും. ലാർജ് സ്കെയിൽ പ്രോജക്റ്റിനാണെങ്കിൽ പഗ് മില്ലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ടെമ്പർ ചെയ്തിട്ട് ക്ലേ നല്ല പ്ലാസ്റ്റിക് നേച്ചറാക്കി മാറ്റും. എന്നാലേ നമുക്ക് മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലേ പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മോൾഡ് ചെയ്യുക. മോൾഡിങ്. ഫോളോയിങ് ആർ ദ 2 types ഓഫ് മോൾഡിങ്: ഹാൻഡ് മോൾഡിങ് ആൻഡ് മെഷീൻ മോൾഡിങ്. ഫസ്റ്റ്, ഹാൻഡ് മോൾഡിങ്. In hand molding, the bricks are molded by hand. It is adopted where manpower is cheap and is readily available for the manufacturing process of bricks on a small scale.
The bricks prepared by hand molding are of two types, ground molded and table molded. ഹാൻഡ് മോൾഡിങ്ങിലാണെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള മോൾഡുണ്ട്. അതുണ്ടാക്കിയിരിക്കുന്ന വുഡ് അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടുള്ള മോൾഡാണ്. അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം പോർഷൻ ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലോങ്ങർ സൈഡിൽ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡ് മോൾഡിങ്ങിൽ വരുന്നതാണ് ഗ്രൗണ്ട് മോൾഡഡും ടേബിൾ മോൾഡഡും. ആദ്യത്തെ ഗ്രൗണ്ട് മോൾഡഡ്. ഗ്രൗണ്ട് മോൾഡഡിൽ ഗ്രൗണ്ട് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് അതിൽ സാൻഡ് അല്ലെങ്കിൽ ആഷ് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യും. എന്നിട്ട് നമ്മുടെ വെറ്റ് മൗൾഡ് ആ ഗ്രൗണ്ടിൽ കൊണ്ട് വയ്ക്കും. ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ക്ലേ അതിൽ നിറച്ചിട്ട് എല്ലാ കോർണറിലും ഫില്ലാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ കോർണറിലും ഫില്ലാവും. അതിനുശേഷം എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ക്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ മൗൾഡ് പതിയെ പൊക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബ്രിക്സിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതാണ് ഗ്രൗണ്ട് മോൾഡഡ്. ഇനി ടേബിൾ മോൾഡഡ് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ മൗൾഡ് ചെയ്യുന്നത് 2 മീറ്റർ ബൈ 1 മീറ്ററുള്ള ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മൗൾഡ് ചെയ്യുന്നത്. അതാണ് ഗ്രൗണ്ട് മോൾഡഡും ടേബിൾ മോൾഡഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് മെഷീൻ മോൾഡിംഗ് ആണ്. This type of molding is carried out by two processes, plastic clay machine and dry clay machine. ഫസ്റ്റ് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ. ഇതിലാണെങ്കിൽ ഈ മെഷീനിൽ ഒരു റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ടെമ്പർ ചെയ്ത ക്ലേ ഈ മെഷീനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ റെക്റ്റാങ്കുലർ ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൂടെ ഈ ക്ലേ പുറത്ത് വരും. അപ്പം നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടും. അതിന് റിക്വയർഡ് തിക്നെസ്സിൽ നമ്മൾ വയർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അതിനെ വയർ കട്ട് ബ്രിക്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡ്രൈ ക്ലേ മെഷീനാണ്. ഡ്രൈ ക്ലേ മെഷീനിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത ക്ലേ, അതായത് ടെമ്പർ ചെയ്യാതെ ബ്ലെൻഡ് ചെയ്ത ക്ലേ ഈ മെഷീനിൽ പ്ലേസ് ചെയ്യും. ഈ മെഷീനിൽ തന്നെ അത് വേണ്ടുന്ന വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിൽ തന്നെ ടെമ്പർ ചെയ്യും. അപ്പം റിക്വയർഡ് സ്റ്റിഫ്നെസ് ആകുമ്പോഴത്തേക്ക് ക്ലേ മൗൾഡ് ചെയ്യാൻ പറ്റും. മൗൾഡ് ചെയ്യാനായിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വെൽ ഷേപ്ഡ് ബ്രിക്സ് പോലെ കിട്ടും. അപ്പോൾ അതിനെന്താ പ്രസ്ഡ് ബ്രിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് പിന്നെ ഡ്രൈ ചെയ്യിക്കേണ്ട കാര്യമില്ല, ഇത് ഡയറക്റ്റ് തന്നെ ബേൺ ചെയ്യാം. അതുകൊണ്ടാണ് ഡ്രൈ ക്ലേ മെഷീൻ എന്ന് പറയുന്നത്. ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഡയറക്റ്റ് ബേൺ ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡ്രൈയിങ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡ്രൈയിങ്. The damp bricks, if burned, are likely to be cracked and distorted. Hence, the molded bricks are dried before they are taken for the next operation of burning. The bricks are allowed to dry until the bricks are become leather hard of moisture content about 2%. മോൾഡിങ് കഴിഞ്ഞ് ബ്രിക്സിൽ കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കാണും. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ചെയ്യുന്നത്. ഇത് ഉണക്കാതെ നമ്മൾ ഡയറക്റ്റ് ബേൺ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഈ ബ്രിക്സിൽ ക്രാക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡ്രൈ ചെയ്യിക്കുന്നത്. വെതർ കണ്ടീഷൻ അനുസരിച്ച് 3 to 10 days വരെ ഡ്രൈ ചെയ്യാനായിട്ട് എടുക്കും. ഇതാണ് ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് ബ്രിക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൂടെയൊക്കെ എയർ പാസേജ് നടക്കുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ. ഇത് നാച്ചുറൽ പ്രോസസ്സാണ്. ആർട്ടിഫിഷ്യലായിട്ടും നമ്മൾ ബ്രിക്സ് ഉണക്കിയെടുക്കാറുണ്ട്. ലാസ്റ്റ് സ്റ്റേജാണ് ബേണിംഗ്. ബ്രിക്സ് ആർ ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു ഗെയിൻ ദ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഡെൻസിറ്റി ആൻഡ് റെഡ് കളർ അപ്പിയറൻസ്. Bricks can be burned using the following methods: clamp burning and kiln burning. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ബേണിംഗ്. അപ്പോൾ ഈ സ്റ്റെപ്പിലാണ് നമുക്ക് ബ്രിക്സിന് വേണ്ടുന്ന സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി, ഡെൻസിറ്റി, അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ആ റെഡ് കളർ അപ്പിയറൻസ് ഒക്കെ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് ബേൺ ചെയ്യുന്നത്. ടെമ്പറേച്ചർ 1100 ഡിഗ്രി സെൽഷ്യസിലാണ് ബേൺ ചെയ്യിക്കുന്നത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ബ്രിക്സ് പൊട്ടിപ്പോവും. ഈ ലിമിറ്റ് കുറഞ്ഞു പോയാൽ ബ്രിക്സിന് ഫുൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബേൺ ചെയ്യിക്കുന്ന 2 മെത്തേഡുണ്ട്. ക്ലാം ബേണിംഗും ഉണ്ട്, കിൻ ബേണിംഗും ഉണ്ട്. ക്ലാം ബേണിങ് നമ്മൾ ചൂള എന്നൊക്കെ പറയത്തില്ല, അതാണ് ക്ലാം ബേണിങ്. അത് സ്മോൾ സ്കെയിൽ പ്രോജക്റ്റിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കിൻ ബേണിംഗ് ആണ്, അത് ലാർജ് സ്കെയിൽ പ്രോജക്റ്റിന് യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബ്രിക്സിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.